പ്രോഫിറ്റ് മാർജിൻ സ്കീം എന്താണെന്ന് നോക്കാം. സാധാരണയായി വാറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ സപ്ലൈ ചെയ്യുന്ന ഗുഡ്സിന്റെ സെയിൽസ് വാല്യൂമിലാണ് 5% ഈടാക്കുക. പ്രോഫിറ്റ് മാർജിൻ എന്ന് പറയുമ്പോൾ UAE നോട്ടിഫൈ ചെയ്തിട്ടുള്ള ചില ഗുഡ്സിന്റെ മുകളിൽ പ്രോഫിറ്റ് മാർജിന്റെ മുകളിലാണ് വാറ്റ് വരുന്നത്. അങ്ങനെയുള്ള ചില ഗുഡ്സ് ആണ്, അതായത് സെക്കൻഡ് ഹാൻഡ് ഗുഡ്സ്. നമ്മളിവിടെ കൂടുതലായി കാണുന്നത് യൂസ്ഡ് കാർസ് ആണ്. അതുപോലെ ആൻറ്റിക്സ്, അതായത് 50 ഇയേഴ്സിന് മുകളിൽ വരുന്ന ആൻറ്റിക്സ്, അതുപോലെ കളക്ടേഴ്സ് ഐറ്റംസ്, അതായത് കോയിൻസ്, സ്റ്റാമ്പ്സ്, കറൻസി, അങ്ങനെയുള്ള ഐറ്റംസിനാണ് പ്രോഫിറ്റ് മാർജിൻ സ്കീം അപ്ലിക്കബിൾ ആവുന്നത്. പ്രോഫിറ്റ് മാർജിൻ സ്കീമിൽ ഒന്നെങ്കിൽ രജിസ്റ്റേർഡ് ഡീലേഴ്സ്, രജിസ്റ്റേർഡ് അല്ലാത്ത അൺരജിസ്റ്റേർഡ് ആൾക്കാരിൽ നിന്നായിരിക്കും സാധനങ്ങൾ വാങ്ങിയിട്ടുണ്ടാകുക. അവർ വാറ്റ് ഓൾറെഡി കൊടുത്തിട്ടുണ്ടാവും. ഇവർ ഇത് വേറൊരു യൂസറിന് സെല് ചെയ്യുമ്പോൾ പിന്നെ വീണ്ടും വാറ്റ് ഈടാക്കേണ്ടതില്ല. ആ ഏൺ ചെയ്യുന്ന പ്രോഫിറ്റിന്മേൽ മാത്രമാണ് വാറ്റ് ഇടുന്നത്. അതും ഇൻക്ലൂസീവ് ആയിട്ടാണ് കാണിക്കുക. ഇതിൻ്റെ ഇൻപുട്ട് വാറ്റ് റിക്കവർ ചെയ്യാനും പറ്റില്ല. പിന്നെ വരുന്നത് ഈ രജിസ്റ്റേർഡ് ഡീലർ തന്നെ വേറൊരു രജിസ്റ്റേർഡ് ഡീലർ, അവരും പ്രോഫിറ്റ് മാർജിൻ സ്കീം അപ്ലിക്കബിൾ ആയിട്ടുള്ളവരായിരിക്കണം. മാത്രമല്ല ഇൻപുട്ട് വാറ്റ് റിക്കവർ ചെയ്യാനും പറ്റില്ല. ഇത്രയൊക്കെയാണ് പ്രോഫിറ്റ് മാർജിൻ സ്കീമിൽ പ്രധാനമായി അറിഞ്ഞിരിക്കേണ്ടത്. ടാക്സ് സംബന്ധിച്ച് എന്തൊരു സംശയമുണ്ടെങ്കിലും നിങ്ങൾക്ക് കമൻറ്റിലൂടെ ചോദിക്കാവുന്നതാണ്.